ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. എന്റെ സിസ്റ്റർ കുറച്ച് ദിവസമായിട്ട് എന്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവള് അവള് ഇവിടെ ജോബിന് വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പൊ അവള് ഇപ്പൊ ജോബൊന്നും നോക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളൂ. എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം എന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവള് സ്റ്റേ ചെയ്യുന്ന അബുദാബിയാണ് കേട്ടോ. അപ്പോ അവൾ ഇന്ന് തിരിച്ചു പോവുകയാണ് അബുദാബിയിലേക്ക്. സോ ഞങ്ങള് അവളെ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. സോ ഇത് അവിടെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് പുറത്തൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു വരും. അവള് പിന്നെ അവിടെ നിൽക്കും കേട്ടോ, അവളുടെ വീട്ടില്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണെന്ന്. ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ. ടൈം എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ചിലപ്പോൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം ചേഞ്ച് ചെയ്യും. സോ അതെല്ലാം നോക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. എന്തായാലും ഇതൊരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും. ഞങ്ങൾ പോകുന്ന ട്രാവൽ വ്ളോഗ് എന്ന് വെച്ചാൽ അബുദാബിയിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ എടുക്കുന്ന വ്ളോഗ് ആയിരിക്കും. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. കം ഓൺ. ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. എല്ലാവരും റെഡിയായി. എപ്പോഴും ഞാനാണ് എവിടെ പോകുമ്പോഴും എല്ലാവരും റെഡി ആവുന്ന എനിക്ക് നോക്കി നിൽക്കണം. അവര് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. വീട്ടിൽ ആരെങ്കിലും വന്നാൽ എപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ആയിരിക്കും ഞാൻ റെഡി ആവുന്നത്. സോ ഇപ്പോഴും ഞാനാണ് ഇപ്പൊ പെൻഡിങ്ങിൽ കിടക്കുന്നത് റെഡി ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയ്ക്കും ഒന്നും റെഡി ആവാനില്ല, ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനേ ഉള്ളൂ. പിന്നെ കുറച്ച് മേക്കപ്പും ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ. റെഡി ആവുമ്പോൾ കാണാം കേട്ടോ. മതില്ലേ? ഞങ്ങള് പോവാൻ വേണ്ടി റെഡി ആയിട്ടോ. ഞങ്ങൾ ഇനി ഇറങ്ങാണ്. സോനു മാത്രമേ ഇനി റെഡി ആവാനുള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോ കാണാം. ഓക്കെ. അങ്ങനെ ഞാൻ ഈ ബ്ലഡ് സാമ്പിളൊക്കെ കൊടുത്തിട്ട് വരുവാണ് കേട്ടോ. ബ്ലഡ് സാമ്പിൾ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. വിസ റിന്യൂവൽ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അവിടെ ഒട്ടും തിരക്കില്ല അല്ലേ? ഈ ടൈം ആയതുകൊണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒരുപാട് നേരം നിന്നിട്ടാണ്. ഇവിടെ വന്നപ്പം ഉള്ളിൽ കയറിയപ്പോ മൊത്തം മലയാളികളാണ് കേട്ടോ. നാട്ടിൽ പോയ ഒരു ഫീൽ ആയിരുന്നു. ഇല്ല, സൺലൈറ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ട് കുത്തിയപ്പോ കുറച്ച് വേദനയായി. പിന്നെ വന്നിട്ട് എക്സ്റേ ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചു സാമ്പിൾസ് കുറെ ബോട്ടിൽസിൽ എടുത്തോ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയില്ല, എനിക്ക് ബ്ലഡ് എടുക്കുന്നൊക്കെ കുറച്ച് പേടിയാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇതിന്റെ സൈഡ് തിരിഞ്ഞിരിക്കുകയായിരുന്നു. ഇനി ഞങ്ങള് നേരെ അബുദാബിയിലേക്ക് പോവാണ് കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഒരു 2 hours എടുത്തായിരിക്കും. 8 മണി 8:30 ഒക്കെ ആവുമ്പോ എത്തുമായിരിക്കും. ഗൈസ്, എന്റെ ബ്ലഡ് എടുത്തത് കണ്ടോളൂ. സൺസെറ്റ് ആവാറായി കേട്ടോ ടൈം. സൺ ഇതാ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് വ്യൂ കാണാൻ വേണ്ടി. വോളിയം കുറച്ച്. ഞങ്ങളിവിടെ ഈവനിങ് ആയപ്പോ ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അബുദാബി റോഡിലോട്ട് കയറിയ പിന്നെ ഇടയിലൊന്നും നിർത്താൻ പോസിബിൾ അല്ലല്ലോ. സോ ചായയും കടിയൊക്കെ പറഞ്ഞു നിക്കോ. നീ എന്താ പറഞ്ഞേ ചായക്ക്? ഞാൻ എംബജി. ചിച്ചു എനിക്കോ? ചിച്ചുവിനൊന്നുമില്ല. എനിക്ക് സമോസ. എനിക്ക് ചായ വേണ്ട. ചായ പറഞ്ഞില്ലല്ലോ. സോനുന് എന്താ? 3 ചായയല്ലേ പറഞ്ഞിട്ടുള്ളൂ ടോട്ടല്. ഞാൻ അധികം വെറുതെ വേസ്റ്റ് ആണ്. ഞാൻ ചായ വാങ്ങിച്ചിട്ട് കുടിക്കില്ല. ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് ഒരു വൈബാണല്ലേ? ഈ ഗ്ലാസ്സിൽ പറഞ്ഞതാണോ? മറ്റേ പ്ലാസ്റ്റിക്കിൽ കിട്ടും. കുടിക്കുമ്പോ ഒരു ചായ കുടിക്കുന്ന ഒരു ഫീൽ ഇല്ല. ഇതിന് കുടിക്കുമ്പോ ഒരു സാധാരണ ഇങ്ങനെ ഔട്ട്ഡോറിലേക്ക് ഈ ഗ്ലാസ് തരാറില്ലല്ലോ. അതെങ്ങനെ? തുർക്കി പത്തിരി എങ്ങനെയുണ്ട്? സൊന്ന
Sonna is happy with 1.5. Sonna, ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഗ്ലാസ് നാട്ടിൽ പോയിട്ട് സോറി വാട്ടർ ടാങ്ക് ക്ലീനിങ്. എല്ലാരും ഇല്ലേ? കേറി നിന്നോളൂ. സ്മൈൽ കടേ ജോണി മോനെ ജോണി. കൊറിയൻ, ഫുൾ കൊറിയൻ സ്റ്റൈലാണ്. കൊറിയൻ സ്റ്റൈൽ. കണ്ണൊന്ന് ചെറുതാക്കിയാ മതി ഇങ്ങനെ. അച്ചടി കത്തി വെക്കുക. നിങ്ങൾ എത്രാമത്തെ ഫ്ലോറാ? ഗ്രൗണ്ടിലെത്തിയിട്ട് ഓപ്പൺ ആകുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് പോവാണ്. എത്ര പേരുണ്ട്? 1 2 3 4 5 6. തത്ത ഡ്രസ്സൊക്കെ മാറി കേട്ടോ. വീട്ടില് കയറി ഡ്രസ്സൊക്കെ മാറി ഞങ്ങള് പൂച്ചോടിക്കുന്നുണ്ട്. ഐ തിങ്ക് ഷീ ഈസ് പ്രഗ്നന്റ്. നമ്മളെവിടേക്കാ പോകുന്നേ? പറയൂ. എന്ത് തടിയ പൂച്ചക്ക് ചവിട്ടില്ല. അത് പ്രഗ്നന്റ് ആണെന്ന് തോന്നിച്ചോ? എവിടെ പോകണം ഡിസ്കഷനിലാണ്. ഇതുവരെ തീരുമാനിച്ചില്ല. ഗൈസ്, ഞങ്ങൾ ഇവിടെ നാഷണൽ അക്വേറിയം അബുദാബി അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവര് പോട്ടെ, എന്നിട്ട് ക്രോസ് ചെയ്യാം. ഇനി ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെയുള്ള നമ്മുടെ UAE ഏറ്റവും വലിയ അക്വേറിയാണിത്. സോയ അവിടെ പോയിട്ട് കാണാട്ടോ. സന്നാപ്പി ശ്രദ്ധിക്കണേ. വിശപ്പിന്റെ അസുഖം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുച്ചുനൊന്നും ഞാൻ കാണിച്ചിട്ടേ ഇല്ല വീഡിയോയിൽ. ഇങ്ങോട്ട് അറിയില്ലേ? ഇത് മാർക്കിങ്ങാ? പെയ്ഡാണോടാ? ഇനി ഞാൻ തത്തക്കുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇനി അവൾ എടുക്കട്ടെ. ഈ ട്രീസ് നല്ല രസമുണ്ടല്ലേ? ബാക്ക് ക്യാം ഇട്ട് ഗൈസ്, ഈ ട്രീ കാണാൻ നല്ല ഭംഗിയില്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് മുമ്പിലൂടെ ടോയ് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇനി ഉള്ളിൽ കേറിയിട്ട് കാണാം. ഇതിങ്ങനെ ഒരു കോർണിഷ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് ഇവിടെ മ്യൂസിക് ഉണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് വീഡിയോയില് സംസാരിച്ചിട്ട് അത് കിട്ടുമെന്ന് അറിയില്ല. നോക്കട്ടെ. നമ്മുടെ അച്ചൂട്ടിയും തത്തമ്മളും ഇന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, അക്ഷയും തത്തയും ഇന്ന് മാച്ചി ആയിട്ടുള്ള ഡ്രസ് ഇട്ടു എന്ന് കാണിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്, സൊന്നയും ബ്ലാക്ക് ആണ്, വൈറ്റ് 2 പേര്, 3 പേര് വൈറ്റ്. എബി മാത്രം ഓട് 1 ഔട്ട്. എബി ഡെനിം മാത്രമേ, ഫുൾ ബ്രാൻഡഡ് ഡെനിം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ടോയ്ക്കാര് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ വേണ്ടിട്ട്. നല്ല സ്ഥലമാണ് കേട്ടോ അത്. നിങ്ങൾ 3 പേരും ബ്ലാക്ക്, ഞാൻ വൈറ്റ്. ഫാൻസ് വൈറ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിച്ചത്. ഓള് പൈസ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇത് എന്റെ ഗിഫ്റ്റാണ്. ഇങ്ങനത്തെ ഇഷ്ടം ഇതിന്റെ കുറച്ച് കളർ ചേഞ്ച് എടുത്തു. എനിക്ക് അങ്ങനെ വലിയ വേറൊരാൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ 2K കിഡിന്റെ കൊറേ പൊസിഷൻ ഒരു പോസ് കാണിച്ചു കൊടുത്തേ.
ഒരു പോസ് അല്ല, നിന്റെ തന്നെ ഫോക്കസിങ്. സോനു സോനു ഷൈനസ് അലൗഡ് അല്ലല്ല. ഞാൻ കാണിച്ചു ഒന്ന് അച്ചടി കാണിക്കോ? കിഡ്സിന്റെ പോസാണ് കേട്ടോ. അല്ല, പക്ഷെ ഫോട്ടോ എങ്ങനെയായിരിക്കും ദേ? പിന്നെ ആസ്തറ്റിക് മറ്റേ പിന്നെ ബ്ലർ നോക്ക് എങ്ങനെ? നിറയെ കൊന്നപ്പൂ കേട്ടോ ഇവിടെ. വാ, 3 മരങ്ങളുണ്ട്. 3 മരത്തിലും നിറയെ കൊന്നപ്പൂ ഉണ്ടായേക്കാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കൊന്ന ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. ഇവിടെ അതിന്റെ താഴെ ഇരുന്നോ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. യെസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് സീൻ കൊന്നപ്പൂ ഇൻ ദുബായ്. അമേസിംഗ്, യെസ്, ഐ ലവ് ഇറ്റ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും അവിടെ എവിടെയായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് പൂ ഭയങ്കര ഇഷ്ടം. വിഷുവിന് എത്ര പൈസ കൊടുത്തിട്ടാണ് ഈ പൂ വാങ്ങിച്ചെന്നറിയോ? യാ മോനെ, ഇവിടെ വന്ന് പറക്കിയായിരുന്നു. ഞങ്ങള് അക്വേറിയത്തിലൊന്നും കയറിയില്ല. ഇപ്പൊ തന്നെ ടൈം കുറച്ചധികം ലേറ്റ് ആയി. ഞങ്ങള് അതിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു 1 hourന്റെ അടുത്ത് പോവും. അതുകൊണ്ട് ഞങ്ങള് നേരെ ഇപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് തിരിച്ചു പോണം ഇന്ന്. ഇപ്പൊ തന്നെ 10:30 ആവാറായി. സോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടെ കൊന്നപ്പൂ കണ്ടിരുന്നു കേട്ടോ. ആ കൊന്നപ്പൂ കണ്ടപ്പോ അതിന്റെ താഴെ ഇരുന്ന് പിന്നെ ഫുൾ ഫോട്ടോസ് എടുക്കലായി. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു. ഒരു 3 മരങ്ങൾ നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ല ചൂടും ഉണ്ട്. പിന്നെ നടക്കുമ്പോ ചൂട് അറിയുന്നില്ല. എവിടെയെങ്കിലും നമ്മളൊന്ന് ഇരിക്കുമ്പോ ഭയങ്കര ചൂടാണ്. പിന്നെ അർജുന് നാളെ 7 മണിക്ക് പോകണം എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്ക് നാളെ 2 o'clock പോയാൽ മതി. സ്റ്റിൽ അവിടുന്ന് ഒരു 2 hours പോവാനുണ്ട് ഞങ്ങക്ക്. എല്ലാരും ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇനിയിപ്പം എടാ, നമ്മൾ എവിടുന്ന ഫുഡ് കഴിക്കുന്നത്? മോനെ പൊളി. ഞങ്ങളെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. ബസ് പോകുന്ന നല്ല സൗണ്ട് ഉണ്ടാവും. നമ്മൾ എവിടുന്ന ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എവിടെ നിന്ന് കഴിക്കണം? സ്വദേശിന്ന് കഴിക്കണോ, കണ്ണൂരിന്ന് കഴിക്കണോ? പയ്യന്നൂര് പോവാ അല്ലെ? എവിടുന്നേലും ഇനി ഒരു ഫുഡ് സ്പോട്ട് തപ്പി നടക്കുകയാണ്. എവിടെയും നല്ല കാണുമ്പോ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് ഇന്ന് പിരിയും അല്ലേ? ഇനിയിപ്പോ ഫുഡ് എവിടുന്നാണോ കഴിക്കുന്നത് അവിടെ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഷെഫ് ലദാസ് കിച്ചണിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. ഇളനീർ പന്ത്, ടീ ഷോപ്പ്. പറ എന്താണ്? ഇവിടെ വരിയായി എല്ലാരും പോകുന്നുണ്ട്. ചലാ, ഞങ്ങളിനി നല്ല ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ. ഫുഡൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചെറിയ മാങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി വരുമ്പോ അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് വന്നു. എല്ലാരും വാങ്ങി വെള്ളം വരും. സംഭവം കാന്താരി, കിഴി കാന്താരി. അതിപ്പോ ഞങ്ങളുടെ ചേട്ടന്റെ പേരെന്തായിരുന്നു? ഗോകുലോക്കി. താങ്ക് യു കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഒന്നും പറയാനില്ല. അങ്ങനെ
ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം. ലൈറ്റ് കുറവാണല്ലേ. ഇരുട്ടാ ഗൈസ്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാം 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 ഒന്നിനൊന്ന് മെച്ചം. ഇനി ഞങ്ങള് പോവാണ് കേട്ടോ. ഇപ്പൊ സമയം 12 മണിയായി. ഞങ്ങൾക്ക് നേരെ തിരിച്ച് ഷാർജയിലോട്ട് പോകണം. ഇവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഫുഡ് കഴിച്ചിട്ട്. എല്ലാം 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 ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ ഞങ്ങളെ എന്താണ് ഫുഡൊക്കെ സെർവ് ചെയ്ത് തന്നിരുന്നത് ഗോകുൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു. അടിപൊളിയായിരുന്നു. പുള്ളിയും നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്, ഇനി വീട്ടിലേക്ക് പോവാണ്. സോ ഇനി നെക്സ്റ്റ് വ്ലോഗ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഗൈസ്, നമ്മളിപ്പോൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഊട്ടിയിലേക്ക് പോകുന്ന വഴി നമുക്ക് മാനുകളെ കാണാം, കാട്ടുപോത്തിനെ കാണാം. റോഡ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഓ മൈ ഗുഡ്നെസ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ? സ്ലോ ആയിട്ട് പോവാട്ടോ, നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഓ മൈ ഗുഡ്നെസ്, നല്ല ഡെൻസ് ഫോഗ് എന്ന് പറഞ്ഞാല് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഇത് പുറത്താണ്. ഇത് ഇവിടെ അല്ല, ഇത് പുറത്താണ്. പൈപ്പറൊക്കെ ഇട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഒന്നും കാണാനില്ല. കൂറ്റാക്കൂറ്റിട്ട് ഈവൻ സ്ട്രീറ്റ് ലൈറ്റ്സ് പോലും ഫോഗിനുള്ളിൽ കവർ ആയിപ്പോയി. ഇത് ഈ കാണുന്ന ഈ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ആണ്, അത് കാണുന്നില്ല. അതിന്റെ ലൈറ്റ് വരുന്നില്ല. ഫോഗിൽ കവറായി പോയിട്ടുണ്ട്. പെട്ടെന്നാണ്. നമ്മൾ ഇതുവരെ ഭയങ്കര നോർമലായിട്ട് കുറച്ച് സ്ലോ ആയിട്ട് പോവാം. നമുക്ക് കാണാൻ പറ്റുന്നില്ല ഫ്രണ്ടിലേക്ക്. എല്ലാരും ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് സ്ലോ ആയിട്ട് പോയാൽ മതി കേട്ടോ. ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകണ്ട. ഓക്കെ, കുറച്ച് ഇതാണിപ്പോ അവസ്ഥ. ഒരു പിടുത്തമില്ല. സൈഡൊന്നും ഒന്നുമില്ല കാണാൻ. മിന്നാമിനിങ്ങുകൾ പോകുന്ന പോലെ ഉണ്ട്. നമുക്ക് ഈ ട്രാക്കിൽ മെല്ലെ മാറിയല്ലോ. അപ്പുറത്തെ സൈഡൊന്നും ഒന്നും കാണുന്നില്ല. ഇവിടുന്ന് ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഡെൻസ് ഫോഗ് എന്ന് പറഞ്ഞപ്പോ ഞാനൊരു നോർമൽ ആയിട്ടുള്ളൊരു സാധാ നമ്മള് ഫോഗ് വരാറില്ല ഇടയ്ക്ക്, അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം ആണ്. നിങ്ങൾക്ക് കാണാൻ വരെ ഒന്നും കാണുന്നില്ല. അത് ഒന്നും കാണുന്നില്ല. അയ്യോ, സൈഡോട്ടൊക്കെ നോക്കിയാ മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പുക പോലെ കാണുന്നുള്ളൂ. പിന്നെ ഈ മുമ്പിൽ ഈ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട വണ്ടികൾ മാത്രമേ, വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് മുമ്പിലോട്ടുള്ള റോഡ് ശരിക്കും കാണുന്നത് തന്നെ. അയ്യോ, ഇത്രയും ഡെൻസ് ആയിട്ടുള്ള ഫോഗ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. ഇവരെ അപ്പത്തേനും അവരുടെ സ്പീഡൊക്കെ അപ്ഡേറ്റ് ആയി. നമ്മളെ ഈ എന്താണ് സ്പീഡൊക്കെ അവർ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മുകളിൽ തരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് സ്റ്റാർട്ടിങ്ങില് പെട്ടെന്ന് അവിടെ ഇൻസ്ട്രക്ഷൻ വന്നത് കണ്ടപ്പോ ഞങ്ങൾ നോക്കി എന്താണ്, കാരണം ഞങ്ങൾ വന്നോണ്ടിരിക്കുമ്പോ ഫോഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ അതില് നമുക്ക് ഇങ്ങനെ വാർണിംഗ് തരുന്നുണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല, നേരെ മാത്രം ചെറുതായി കാണും. 80 സ്പീഡ് റെഡ്യൂസ് ചെയ്യണം. 140 ട്രാക്ക് ആയിരുന്നത് കണ്ടോ. അവിടെ ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് എന്തൊരു ആഡാണ് വരുന്നത്. അയ്യോ, കണ്ടോ, ഒന്നും ഇല്ല മുമ്പിലോട്ട്, പുക മാത്രമേ ഉള്ളൂ. ഫോണില് കാണുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. ക്യാമറയൊക്കെ അങ്ങ് മുങ്ങിയിരിക്കുകയാണ് പുകയില്. മുമ്പില് നനവല്ലേ?